ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജോജീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡിഷാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മട്ടർ മസാല. ഇത് നമ്മൾ പുറത്ത് പോയി കഴിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് ചപ്പാത്തി, നാൻ, പൂരി, വൈറ്റ് റൈസ്, ഫ്രൈഡ് റൈസ് എല്ലാറ്റിൻ്റെയും കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് വച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അത് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ജ്യോതിസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ആൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വരൂ വീഡിയോയിലേക്ക് പോകാം. പനീർ ബട്ടർ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു മസാല ഉണ്ടാക്കാം. ആദ്യം ഒരു കടായി ഗ്യാസിൽ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലാണ്. ഒഴിച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, ഒരു 3 ഏലക്ക, കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു. ഇവിടെ ഞാൻ ഒരു 10-12 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 സവാള നറുക്കിയത്. ഇത് ഇങ്ങനെ ഞാൻ നീളത്തിൽ നറുക്കിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചതുരമായിട്ട് വേണമെങ്കിലും നറുക്കാം. ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. സവാള കുറച്ച് കളർ മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വഴറ്റാം. സവാള നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കോരിയൻഡർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മസാല പൗഡേഴ്സൊക്കെ നല്ലതുപോലെ വളർന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിൽ ഒരു 3 ടൊമാറ്റോ കൂടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് വഴറ്റാം. ആദ്യം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടി. നമ്മുടെ മസാല നല്ലതുപോലെ വസങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമ്മുടെ മസാല നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിക്കാം. നമ്മുടെ മസാല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സും, ഇത് നമ്മൾ നേരത്തെ വറുത്തിട്ടുമുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഫെനൽ പൗഡറും, ഒരു ബിഗ് ഓനിയൻ ചെറുതായിട്ട് മുറിച്ച്, പിന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞു. എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റാം. കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അരപ്പിട്ട് നല്ലതുപോലെ വാശണം. എന്നിട്ട് ഈ കുറച്ച് മിക്സി കഴുകിയ വെള്ളം കൂടി ഞാൻ ചേർക്കുകയാണ്.
ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ മസാല നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഗ്രീൻ പീസ് ഇട്ട ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ഇത് ഓപ്ഷണലാണ്, ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി, 1 ടീസ്പൂൺ കസൂരി മേത്തി നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് നമ്മുടെ ഗ്രേവി നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പനീർ ക്യൂബ്സ്, ഇത് അവരവരുടെ ആവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പനീർ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പനീർ മട്ടർ മസാല തിളച്ച് തുടങ്ങി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് കോരിയൻഡർ ലീവ്സും ഇട്ട് അലങ്കരിക്കാം. വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിക്കാം, അത് ഓപ്ഷണലാണ്. അത് ഒഴിച്ചില്ലെന്ന് വെച്ചിട്ട് കറി ഒന്നും രുചി കുറയാൻ പോണില്ല. ഇത് തന്നെ നല്ല മണവും രുചിയുമാണ്. ഇപ്പം തന്നെ നല്ല മണവും ഉണ്ട്. നമ്മുടെ പനീർ മട്ടർ മസാല റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ചപ്പാത്തി, നാൻ, ഫ്രൈഡ് റൈസ് എന്തിനു വേണമെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും ബ്ലോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.